ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം ത്രയോദശോധ്യായം 23-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ ത്രയോദശോധ്യായഃ. ശ്രീശുകൗവാച നിശമ്യ വാചം വദതോ മുനേഃ പുണ്യതമാം നൃപാ ഭൂയ പപ്രച്ഛ ഗൗരവ്യോ വാസുദേവ കഥാധൃതഃ. വിതുര ഉവാച സ വൈ സ്വായംഭുവഃ സമ്രാട് പ്രിയപുത്ര സ്വയംഭുവഃ പ്രതിലഭ്യ പ്രിയാം പത്നീം കിം ചകാര തതോ മുനേ. ചരിതം തസ്യ രാജർഷേർ ആദിരാജസ്യ സത്തമാ ബ്രൂഹി മേ ശ്രദ്ധധാനായ വിശ്വക്സേനാശ്രയോ ഹ്യസൗ. ശ്രുതസ്യ പുംസാം സുചിരശ്രമസ്യ നന്വഞ്ജസാ സൂരിഭിരീഡിതോർത്ഥഃ യത്തദ്ഗുണാനുശ്രവണം മുകുന്ദപാദാരവിന്ദം ഹൃദയേഷു യേഷാം. ശ്രീശുകൗവാച ഇതി ബ്രുവാണം വിതുരം വിനീതം സഹസ്രശീർഷ്ണശ്ചരണോപധാനം പ്രഹൃഷ്ടരോമാ ഭഗവത്കഥായാം പ്രണീയമാനോ മുനിരഭ്യജഷ്ട. മൈത്രേയ ഉവാച യഥാ സ്വഭാര്യാ സാകം ജാതസ്വായംഭുവോ മനുഃ പ്രാഞ്ജലിഃ പ്രണതശ്ചേദം വേദഗർഭമഭാഷത. ത്വമേകഃ സർവഭൂതാനാം ജന്മകൃദ്വൃത്തിദഃ പിതാ അഥാപി ന പ്രജാനാം തേ ശുശ്രൂഷാ കേന വാ ഭവേത്. തദ്വിധേഹി നമസ്തുഭ്യം കർമ്മസ്വീഡ്യാത്മശക്തിഷു യത്കൃത്വേഹ യശോ വിശ്വഗ് അമുത്ര ച ഭവേത് ഗതിഃ. ബ്രഹ്മോവാച പ്രീതസ്തുഭ്യമഹം താത സ്വസ്തിസ്താദ്വാംക്ഷിതീശ്വര യന്നിർവ്യളീകേന ഹൃദാ ശാധിമേത്യാത്മനാർപ്പിതം. ഏതാവത്യാത്മജൈർവീര കാര്യാഹ്യപചിതിർഗുരൗ ശക്ത്യാ പ്രമത്തേർഗൃഹ്യേത സാദരം ഗതമത്സരൈഃ. സത്വമസ്യാമപത്യാനി സദൃശാന്യാത്മനോ ഗുണൈഃ ഉത്പാദ്യശാസധർമ്മേണ ഗാം യജ്ഞൈഃ പുരുഷം യജ. പരം ശുശ്രൂഷണം മഹ്യം സ്യാത് പ്രജാരക്ഷയാ നൃപ ഭഗവാംസ്തേ പ്രജാഭർത്തുർ ഋഷീകേശോനു തുഷ്യതി. യേഷാം ന തുഷ്ടോ ഭഗവാൻ യജ്ഞലിംഗോ ജനാർദ്ദനഃ തേഷാം ശ്രമോ ഹ്യപാർത്ഥായ യദാത്മാനാദൃതസ്വയം. മനുരുവാച ആദേശേഹം ഭഗവതോ വർത്തേയാം ഇവ സൂദന സ്ഥാനം ത്വിഹാനുജാനീഹി പ്രജാനാം മമ ച പ്രഭോ. യദോഗഃ സർവസത്വാനാം മഹീഭക്താമഹാംഭസി അസ്യാ ഉദ്ധരണേ യത്നോ ദേവദേവ്യാ വിധീയതാം. മൈത്രേയ ഉവാച പരമേഷ്ഠീ ത്വപാം മധ്യേ തഥാ സന്നാമവേക്ഷ്യഗാം കഥമേനാം സമുന്നേഷ്യ ഇതി ദധ്യൗ ധിയാ ചിരം. സൃജതോ മേ ക്ഷിതിർവാർഭിഃ പ്ലാവ്യമാനാരസാം ഗതാ അഥാത്ര കിമനുഷ്ഠേയം അസ്മാഭിः സർഗയോജിതൈഃ യസ്യാഹം ഹൃദയാദാസം സൈശോ വിദധാതു മേ. ഇത്യഭിധ്യായതോ നാസാ വിവരാത് സഹസാനഘാ വരാഹതോകോ നിരഗാത് അങ്കുഷ്ഠപരിമാണകഃ. തസ്യാഭിപശ്യത ഖസ്ഥഃ ക്ഷണേന കില ഭാരത ഗജമാത്രപ്രവവൃദ്ധേ തഥാദ്ഭുതം അഭൂന്മഹത്. മരീചിപ്രമുഖൈർവിപ്രൈഃ കുമാരൈർമനുനാ സഹ ദൃഷ്ട്വാ തത്സൗകരം രൂപം തർക്കയാമാസ ചിത്രധാ. കിമേതൽ സൗകരവ്യാജം സത്വം ദിവ്യമവസ്ഥിതം അഹോബത ആശ്ചര്യമിദം നാസായാമേ വിനിസൃതം. ദൃഷ്ടോങ്കുഷ്ഠശിരോമാത്രഃ ക്ഷണാത് ഗണ്ഡശിലാസമഃ അഭിസ്വിത് ഭഗവാൻ ഏഷ യജ്ഞോ മേ ഖേദയൻ മനഃ. ഇതി മീമാംസതസ്തസ്യ ബ്രഹ്മണഃ സഹ സൂനുഭിഃ ഭഗവാൻ യജ്ഞപുരുഷോ രഗർജാഗേന്ദ്രസന്നിഭഃ. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭഃ പ്രതിസ്വനയതാ വിഭുഃ. അതാണ് 24-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. ബ്രഹ്മാണം ഹർഷയാമാസ ഹരിസ്താംശ്ച ദ്വിജോത്തമാൻ സ്വഗർജിതേന കകുഭഃ പ്രതിസ്വനയതാ വിഭുഃ. ബ്രഹ്മാണം ഹർഷയാമാസ ബ്രഹ്മാവിനെയും ഹരിസ്താംശ്ച ദ്വിജോത്തമാൻ ഹരിയെയും അതുപോലെ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയും ഒക്കെ ഹർഷയാമാസ അവർക്ക് സന്തോഷം ഉണ്ടാക്കി. സ്വഗർജിതേന സ്വന്തം ആ ഗർജനം കൊണ്ട്. കകുഭഃ ദിക്കുകളെ പ്രതിസ്വനയത പ്രതിധ്വനിപ്പിക്കുന്ന ആ സ്വഗർജിതേന തൻ്റെ ആ ഗർജനം കൊണ്ട് ആ ദിക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്ന
ആ തൻ്റെ ഗർജനം കൊണ്ട് ആ വിഭുവായിട്ടുള്ള ശ്രീഹരി ബ്രഹ്മാവിനെയും ദ്വിജോത്തമന്മാർ ഋഷിശ്രേഷ്ഠന്മാരെയും ഹരിയെയും ഹരിസ്താംശ ഹരിയാണ് ബ്രഹ്മാവിനെയും ഋഷിശ്രേഷ്ഠന്മാരെയും ഒക്കെ സന്തോഷിപ്പിച്ചു. അപ്പം നമുക്ക് പദങ്ങൾ നോക്കാം. കകുഭ ദിക്കുകളെ പ്രതിസ്വനയത പ്രതിധ്വനിപ്പിക്കുന്ന സ്വഗർജിതേന തൻ്റെ ആ ഗർജനം കൊണ്ട് വിഭുഹു വിഭുവായിരിക്കുന്ന ഹരിഹി ആ ശ്രീഹരി ബ്രഹ്മാണം ബ്രഹ്മാവിനെയും താൻ ദ്വിജോത്തമാൻ ആ ഋഷിശ്രേഷ്ഠന്മാരെയും ഹർഷയാമാസ സന്തോഷിപ്പിച്ചു. ഒന്നും കൂടി പറയാം. കകുഭ ദിക്കുകളെ പ്രതിസ്വനയത പ്രതിധ്വനിപ്പിക്കുന്ന സ്വഗർജിതേന തൻ്റെ ഗർജനം കൊണ്ട് വിഭുഹു ആ വിഭുവായിരിക്കുന്ന ഹരിഹി ശ്രീഹരി ബ്രഹ്മാണം ആ ബ്രഹ്മാവിനെയും താൻ ദ്വിജോത്തമാൻ ച ആ ഋഷിശ്രേഷ്ഠന്മാരെയും ഹർഷയാമാസ സന്തോഷിപ്പിച്ചു. പതിത്തെ അന്വയം. കകുഭ പ്രതിസ്വനയത സ്വഗർജിതേന വിഭുഹു ഹരിഹി ബ്രഹ്മാണം താൻ ദ്വിജോത്തമാൻ ഹർഷയാമാസ. അതായത് ദിക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്ന തൻ്റെ ഗർജനം കൊണ്ട് വിഭുവായിരിക്കുന്ന ആ ശ്രീഹരി ബ്രഹ്മാവിനെയും ആ ഋഷിശ്രേഷ്ഠന്മാരെയും സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. ദിക്കുകളെ പ്രതിധ്വനിപ്പിക്കുന്ന തൻ്റെ ആ ഗർജനം കൊണ്ട് വിഭുവായിരിക്കുന്ന ശ്രീഹരി ബ്രഹ്മാവിനെയും ആ ഋഷിശ്രേഷ്ഠന്മാരെയും സന്തോഷിപ്പിച്ചു. മഹാപ്രഭുവായിരിക്കുന്ന ശ്രീഹരി ബ്രഹ്മാവിനെയും ബ്രാഹ്മണശ്രേഷ്ഠരെയും ദിഗന്ധങ്ങളിൽ പ്രതിധ്വനിച്ച തൻ്റെ ആ ഗർജനം കൊണ്ട് സന്തോഷിപ്പിച്ചു. 21ാമത്തെ ശ്ലോകത്തിൽ അത്ഭുതദ്യോതകങ്ങളായിരിക്കുന്ന ആ അഹോ ബത ആശ്ചര്യം എന്നിവയെല്ലാം പ്രയോഗിച്ചതിൽ നിന്നുണ്ടായ അവർക്കുണ്ടായിട്ടുള്ള അത്ഭുതം എത്രയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ജനലോകം വിഭുവായിരിക്കുന്ന ശ്രീഹരി ദിക്കുകൾ പ്രതിധ്വനിപ്പിക്കുന്ന തൻ്റെ ഗർജനം കൊണ്ട് ബ്രഹ്മാവിനെയും ഋഷീശ്വരന്മാരെയും സന്തോഷിപ്പിച്ചു. ഭക്തന്മാരുടെ ആ സർവ സന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥനായിരിക്കുന്ന ആ ഭഗവാൻ ശ്രീവിഷ്ണു ഭക്തന്മാരുടെ ആ സർവസന്താപങ്ങളെയും നശിപ്പിക്കുന്നതിന് സമർത്ഥം ആയിട്ടുള്ള ആ ഭഗവാൻ ശ്രീവിഷ്ണു ദിക്കുകളിൽ നിന്നും പ്രതിധ്വനി ഉണ്ടാകുവാൻ തക്ക വിധം ഗംഭീരമായിട്ട് ഗർജിച്ചിട്ട് ബ്രഹ്മാവിനെയും മരീചാദികളായിട്ടുള്ള ആ ബ്രാഹ്മണരെയും വളരെയധികം സന്തോഷിപ്പിച്ചു. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹരിഹി സ്വഗർജിതേന ആ ശ്രീഹരി സ്വന്തം ഗർജനം കൊണ്ട് ഹരിഹി സ്വഗർജിതേന ബ്രഹ്മാണാം ഋഷീംശ്ച ബ്രഹ്മാവിനെയും ഋഷിമാരെയും ഹർഷയാമാസ അവരെ സന്തോഷിപ്പിച്ചു. ഒന്നുകൂടി പറയാം. ഹരിഹി സ്വഗർജിതേന ബ്രഹ്മാണം ഋഷീംശ്ച ഹർഷയാമാസ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. നിശമ്യത്തെ ഘർഘരിതം സ്വഖേദക്ഷൈഷ്ണ നിശമ്യത്തെ ഘർഘരിതം സ്വഖേദക്ഷയിഷ്ണുമായാമയസൂകരസ്യ ജനസ്തപസ്സത്യ നിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർമുനയോ ഗൃണൻ സ്മ. നിശമ്യത്തെ ഘർഘരിതം സ്വഖേദക്ഷയിഷ്ണു മായാമയസൂകരസ്യ ജനസ്തപസ്സത്യ നിവാസിനസ്തേ ത്രിഭിഃ പവിത്രൈർമുനയോ ഗൃണൻ സ്മ. നിശമ്യത്തെ ഘർഘരിതം സ്വഖേദക്ഷയിഷ്ണുമായാമയസൂകരസ്യ ആ സൂകരമൂർത്തിയുടെ അതായത് വരാഹമൂർത്തിയുടെ ഘുർഘുർ എന്ന ശബ്ദം ഇത് കേൾക്കുമ്പോൾ
ആ ബ്രഹ്മാദികളുടെ ആയിരിക്കുന്ന ആ ഖേദത്തെ നശിപ്പിക്കുന്നതാണ്. സ്വഖേദ ക്ഷയിഷ്ണു മായാമയസൂകരസ്യ നശിപ്പിക്കുന്നതാണ്. ജനസ്തപസ് സത്യനിവാസിനസ്തേ ജനലോകം തപോലോകം സത്യലോകം ഇവിടെയുള്ള നിവാസികൾ ത്രിഭി പവിത്രർ അവരെല്ലാവരും പവിത്രന്മാരായിട്ട് തീരണം. എന്താ മുനയോ ആ നിവാസികളായ ഋഷീശ്വരന്മാർ 3 വേദങ്ങളിലെയും സൂക്തങ്ങളാൽ ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. ത്രിഭി പവിത്രൈർ മുനയോ ഗൃണൻസ്മ 3 വേദങ്ങളിലെയും സൂക്തങ്ങളാൽ ആ ഭഗവാനെ സ്തുതിച്ച് ഇവർ 3 ലോകത്തിലുള്ള ആൾക്കാർ പവിത്രന്മാരായിട്ട് തീരണം. അപ്പോൾ നിശമ്യത്തെ ഘർഘരിതം സുഖേദക്ഷയിഷ്ണുമായാമയസൂകരസ്യ ജനസ്തപസ്സത്യനിവാസിനസ്തേ ത്രിഭി പവിത്രൈർമുനയോ ഗൃണൻസ്മ. പോലത്തെ പദങ്ങൾ ജനസ്തപസ്സത്യനിവാസിന ആ ജനലോകം തപോലോകം സത്യലോകം ഇവിടങ്ങളിലെ നിവാസികളായിരിക്കുന്ന തേ അതത് മുനയഃ ഋഷിമാർ സ്വഖേദക്ഷയിഷ്ണു തങ്ങളുടെ ഖേദം ക്ഷയിപ്പിക്കുന്ന മായാമയസൂകരസ്യ മായാവരാഹമൂർത്തിയുടെ ഘർഘരിതം ഘുർ എന്ന ശബ്ദത്തെ കേട്ടിട്ട് പവിത്രൈഹി പുണ്യപ്രദങ്ങളായിട്ടുള്ള ത്രിഭിഹി വേദമന്ത്രങ്ങളാൽ ആഗൃണൻസ്മ സ്തുതിച്ചു. ഒന്നുകൂടി പറയാം. ജനസ്തപസ്സത്യനിവാസിനഃ ജനലോകം തപോലോകം സത്യലോകം ഇവിടങ്ങളിലെ നിവാസികളായിരിക്കുന്ന തേ അതത് മുനയഃ ഋഷിമാർ സ്വഖേദക്ഷയിഷ്ണു തങ്ങളുടെ ഖേദം ക്ഷയിപ്പിക്കുന്ന മായാമയസൂകരസ്യ മായാവരാഹമൂർത്തിയുടെ ഘർഘരിതം ഘുർ ശബ്ദത്തെ കേട്ടിട്ട് പവിത്രൈഹി പുണ്യപ്രദങ്ങളായിരിക്കുന്ന ത്രിഭിഹി വേദമന്ത്രങ്ങളാൽ അഗൃണൻസ്മ ആ വരാഹമൂർത്തിയെ സ്തുതിച്ചു. അതിലത്തെ അന്വയം ജനസ്തപസ്സത്യനിവാസിനഃ തേ മുനയഃ സ്വഖേദക്ഷയിഷ്ണു മായാമയസൂകരസ്യ ഘർഘരിതം പവിത്രൈഃ ത്രിഭിഃ അഗൃണൻ സ്മ. ഒന്നുകൂടി പറയാം. ജനസ്തപസ്സത്യനിവാസിനഃ തേ മുനയഃ ഖേദക്ഷയിഷ്ണു മായാമയസൂകരസ്യ ഘർഘരിതം പവിത്രൈഃ ത്രിഭിഃ അഗൃണൻ സ്മ. അതായത് ജനലോകം തപോലോകം സത്യലോകം ഇവിടങ്ങളിലെ നിവാസികളായിരിക്കുന്ന അതത് ഋഷിമാർ ആ തങ്ങളുടെ ഖേദം ക്ഷയിപ്പിക്കുന്ന ആ മായാവരാഹമൂർത്തിയുടെ ഘുർ ശബ്ദത്തെ കേട്ടിട്ട് ആ പുണ്യപ്രദങ്ങളായിരിക്കുന്ന വേദമന്ത്രങ്ങളാൽ 3 വേദത്തിലെയും മന്ത്രങ്ങളാൽ അഗൃണൻസ്മ സ്തുതിച്ചു. കൂടി പറയാം. ജനലോകം തപോലോകം സത്യലോകം ഇവിടങ്ങളിൽ നിവാസികളായിരിക്കുന്ന അതത് മുനിമാർ ഋഷിമാർ തങ്ങളുടെ ഖേദം ക്ഷയിപ്പിക്കുന്ന മായാവരാഹമൂർത്തിയുടെ ഘുർ ശബ്ദത്തെ കേട്ടിട്ട് പുണ്യപ്രദങ്ങളായിരിക്കുന്ന ആ വേദമന്ത്രങ്ങളാൽ അവരെ ആ വരാഹമൂർത്തിയെ സ്തുതിച്ചു. ഇതിലത്തെ പദങ്ങൾ ജനസ്തപസ്സത്യനിവാസിനഃ ജനലോകം തപോലോകം സത്യലോകം ഇവിടങ്ങളിലെ നിവാസികളായിരിക്കുന്ന തേ അതത് മുനയഃ ഋഷിമാർ സ്വഖേദക്ഷയിഷ്ണു തങ്ങളുടെ ഖേദം ക്ഷയിപ്പിക്കുന്ന മായാമയസൂകരസ്യ മായാവരാഹമൂർത്തിയുടെ ഘർഘരിതം ഘുർ ശബ്ദത്തെ കേട്ടിട്ട് പവിത്രൈഃ പുണ്യപ്രദങ്ങളായിരിക്കുന്ന ത്രിഭിഃ വേദമന്ത്രങ്ങളാൽ അഗൃണൻ സ്മ സ്തുതിച്ചു. അതിലത്തെ അന്വയം ജനസ്തപസ്സത്യനിവാസിനഃ തേ മുനയഃ സ്വഖേദയിഷ്ണു മായാമയസൂകരസ്യ ഘർഘരിതം പവിത്രൈഃ ത്രിഭിഃ അഗൃണൻ സ്മ. ജനലോകം ജനസ്തപസ്സത്യനിവാസിനഃ തേ മുനയഃ സ്വഖേദയിഷ്ണു മായാമയസൂകരസ്യ ഘർഘരിതം പവിത്രൈഃ ത്രിഭിഃ അഗൃണൻ.
അതായത് ജനലോകം, തപോലോകം, സത്യലോകം ഇവിടങ്ങളിലെ നിവാസികളായിരിക്കുന്ന അതത് ഋഷീശ്വരന്മാർ തങ്ങളുടെ ഖേദം ക്ഷയിപ്പിക്കുന്ന ആ മായാവരാഹമൂർത്തിയുടെ ഘുർഘുർ ശബ്ദത്തെ കേട്ടിട്ട് പുണ്യപ്രദങ്ങളായിരിക്കുന്ന വേദമന്ത്രങ്ങളാൽ സ്തുതിച്ചു. മായാസൂകര വേഷത്തെ ധരിച്ച ആ ഭഗവാന്റെ ഘർ ഘർ എന്ന സ്വരത്തിലുള്ള ആ ഗർജനം ബ്രഹ്മാദികളുടെ ആ ഖേദത്തെ ശമിപ്പിക്കുന്നതായിരുന്നു. അത് കേട്ടപ്പോൾ ഇത് ഭഗവാൻ ഒരു അവതാരം സ്വീകരിച്ചതാണെന്ന് മനസ്സിലാക്കിയ ജനലോകം, തപോലോകം, സത്യലോകം എന്നിവിടങ്ങളിലെ നിവാസികളായിരിക്കുന്ന ഋഷീശ്വരന്മാർ മൂന്ന് വേദങ്ങളിലെയും സൂക്തങ്ങളാൽ ആ ഭഗവാനെ സ്തുതിച്ചു. ജനലോകം, തപോലോകം, സത്യലോകം മുതലായവയിൽ താമസിക്കുന്ന ആ മുനിമാർ മായയാൽ വരാഹരൂപമെടുത്ത ആ ഭഗവാന്റെ തങ്ങളെ ആനന്ദിപ്പിക്കുന്ന ആ അട്ടഹാസം കേട്ടിട്ട് ആ 3 വേദങ്ങളിലുമുള്ള ആ പരിശുദ്ധ സ്തോത്രങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചു. അപ്പോൾ ഓരോ കാര്യങ്ങളെ നിർവഹിപ്പാൻ ഉപകരിക്കുന്ന സമുചിത രൂപങ്ങളെ സ്വേച്ഛയാ ധരിച്ച് അവതരിക്കുന്ന ആ ഭഗവാൻ ഇപ്പോൾ ഭൂമിയെ ഉദ്ധരിക്കുവാനായിട്ട് സമർത്ഥമായിരിക്കുന്ന ഒരു വരാഹരൂപം ധരിച്ചു വന്നിരിക്കുകയാണ് എന്ന് ആ ബ്രഹ്മാദിദേവന്മാർ ആ ഗർജനം ശ്രവണത്താൽ ധരിച്ചു. അങ്ങനെ ഭൂമിയെ എങ്ങനെയാണ് ഉയർത്തേണ്ടതെന്നുള്ള വിചാര നിമിത്തം അവർക്കുണ്ടായിരുന്ന ആ സന്താപം ആ ശബ്ദശ്രവണത്താൽ നശിച്ചു. അങ്ങനെ ജനലോകം, തപോലോകം, സത്യലോകം മുതലായ ആ ഉത്കൃഷ്ട സ്ഥാനങ്ങളിൽ വസിക്കുന്ന മുനിമാർ, ഉത്കൃഷ്ട സ്ഥാനങ്ങളിൽ വസിക്കുന്ന മുനികൾ ഋക്ക്, യജുസ്, സാമം എന്നീ വേദങ്ങളാൽ ആ ഭഗവാന്റെ ആ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന സൂക്തങ്ങൾ കൊണ്ട് സ്തോത്രം ചെയ്തു. അതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. തദ്ധ്വനിം ശ്രുത്വ, ആ ധ്വനി കേട്ടിട്ട്, ആ ഗർജനം കേട്ടിട്ട്, ജനസ്തപസ് സത്യ നിവാസിനോ, ജനലോകം, തപോലോകം, സത്യലോകം ഇവിടുത്തെ നിവാസികള്, ജനങ്ങള് അയം യജ്ഞവാരാഹ ഇതി വേദത്രയേണ തുഷ്ടുവുഹു, എല്ലാവരും ചേർന്ന് ആ യജ്ഞവരാഹമൂർത്തിയെ വേദത്രയങ്ങൾ കൊണ്ട് 3 വേദങ്ങളിലെ ആ സൂക്തങ്ങളെ കൊണ്ട് തുഷ്ടുവു സന്തോഷിപ്പിച്ചു. തദ്ധ്വനിം ശ്രുത്വാ ജനസ്തപസ് സത്യനിവാസിനോ ജനാ അയം യജ്ഞവരാഹ ഇതി വേദത്രയേണ തുഷ്ടുവുഹു. ഇതാണ് അതിലത്തെ ആ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം, ആ ദ്വിപരാർദ്ധാവസാനം വരെ ശാശ്വതമായിരിക്കുന്ന സുഖം അനുഭവിച്ചുകൊണ്ട് അധിവസിക്കാനുള്ള ആ 3 ലോകങ്ങൾ ആണ് ഈ ജനലോകം, സത്യലോകം, തപോലോകം എന്നിവ. അടുത്ത 26ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. തേഷാം സതാം വേദവിതാനമൂർത്തിർ ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. തേഷാം സതാം വേദവിതാനമൂർത്തിർ ബ്രഹ്മാവതാര്യാത്മഗുണാനുവാദം വിനദ്യ ഭൂയോ വിബുധോദയായ ഗജേന്ദ്രലീലോ ജലമാവിവേശ. അപ്പോൾ തേഷാം സതാം, ആ സത്തുക്കളായിരിക്കുന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠരുടെ ആ വേദവിതാനമൂർത്തിർ, ആ വേദസ്തുതികൾ, ബ്രഹ്മാവതാര്യം ആത്മഗുണാനുവാദം, തൻ്റെ ആത്മഗുണങ്ങളോടുകൂടി കീർത്തിക്കുന്നതായിരിക്കുന്ന ആ ഋഷിമാരുടെ വേദവാക്യങ്ങളെ കേട്ടിട്ട് അവതാര്യ, കേട്ടിട്ട് ആ ദേവന്മാരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗർജിച്ചുകൊണ്ട് വിനദ്യ ഭൂയോ വിബുധോദയായ, വീണ്ടും ഗർജിച്ചുകൊണ്ട് ഗജേന്ദ്രലീലോ ആനയുടെ ലീലകളോടെ അദ്ദേഹം ആ വരാഹമൂർത്തി വെള്ളത്തിലേക്ക് പ്രവേശിച്ചു. വേദമന്ത്രങ്ങളാൽ ആ സ്തുതിക്കപ്പെടുന്ന ആ സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ ഗുണങ്ങൾ കീർത്തിക്കുന്നതായിരിക്കുന്ന ആ ഋഷിമാരുടെ ആ വേദവാക്യങ്ങളെ കേട്ടിട്ട് ദേവന്മാരെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗർജിച്ചുകൊണ്ട് ആനയുടെ ലീലകളോടെ വെള്ളത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേദവിധാനമൂർത്തി, വേദമന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാൻ
ആത്മഗുണാനുവാദം തൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുന്നതായിരിക്കുന്ന തേഷാം സതാം ആ ഋഷിമാരുടെ ബ്രഹ്മ വേദവാക്യം അവധാര്യ കേട്ടിട്ട് വിബുധോദയായ ദേവന്മാരെ ഉത്ബോധിപ്പിപ്പാൻ ഭൂയഹ വീണ്ടും വിനദ്യ ഗർജിച്ച് ഗജേന്ദ്രലീല ആനയുടെ ലീലകളോടെ ജലം വെള്ളത്തിൽ ആവിവേശ പ്രവേശിച്ചു. എന്നുകൂടി പറയാം. വേദവിധാനമൂർത്തി വേദമന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന രൂപത്തോടു കൂടിയിരിക്കുന്ന ഭഗവാൻ ആത്മഗുണാനുവാദം തൻ്റെ ആ ഗുണങ്ങളെ കീർത്തിക്കുന്നതായിട്ടുള്ള തേഷാം സദാം ആ ഋഷിമാരുടെ ബ്രഹ്മ വേദവാക്യം അവധാര്യ കേട്ടിട്ട് വിബുധോദയായ ദേവന്മാരെ ഉത്ബോധിപ്പിപ്പാൻ ഭൂയ വീണ്ടും വിനദ്യ ഗർജിച്ച് ആ ഗജേന്ദ്രലീല ആനയുടെ ലീലകളോടെ ജലം ആ വെള്ളത്തിൽ ആവിവേശ പ്രവേശിച്ചു. പതിലത്തെ അന്വയം വേദവിധാനമൂർത്തി ആത്മഗുണാനുവാദം തേഷാം സതാം വേദവാക്യം വിബുധോദയായ ഭൂയ വിനദ്യ ഗജേന്ദ്രലീല ജലം ആവിവേശ. എന്നുകൂടി പറയാം. വേദവിധാനമൂർത്തി ആത്മഗുണാനുവാദം സതാം ബ്രഹ്മ അവധാര്യ വിബുധോദയായ ഭൂയ വിനദ്യ ഗജേന്ദ്രലീല ജലം ആവിവേശ. വേദമന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാൻ ആ തൻ്റെ ഗുണങ്ങളെ കീർത്തിക്കുന്നതായിരിക്കുന്ന ഋഷിമാരുടെ വേദവാക്യം കേട്ടിട്ട് ആ ദേവന്മാരെ ഉത്ബോധിപ്പിപ്പാൻ ഗർജിച്ച് ആനയുടെ ലീലകളോടെ വെള്ളത്തിൽ പ്രവേശിച്ചു. വേദവിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങളുടെ അധിഷ്ഠാതാവായിരിക്കുന്ന ഭഗവാൻ തൻ്റെ ആ ഗുണങ്ങൾക്കനുസൃതമാവണ്ണം ആ വേദസൂക്തങ്ങളാൽ സ്തുതിക്കപ്പെട്ടപ്പോൾ വീണ്ടും ഗർജിച്ച് ആ ദേവന്മാരുടെ ശ്രേയസ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആനയുടെ വിലാസത്തെ സ്വീകരിച്ച് ജലത്തിൽ പ്രവേശിച്ചു. ആനയ്ക്ക് ജലക്രീഡ വളരെ ഇഷ്ടമാണ്. വരാഹത്തിനും ജലക്രീഡയിൽ ധാരാളം താല്പര്യമുണ്ട്. അക്കാരണത്താലാണ് ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയെ ഉദ്ധരിപ്പാൻ പന്നിയുടെ രൂപം സ്വീകരിച്ചതെന്ന് വായുവാദി പുരാണങ്ങളിൽ പറയുന്നു. ജലക്രീഡാ സുരുചിരം വാരാഹം രൂപമസ്മാത് വായുപുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ആ വേദങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഭഗവാൻ തൻ്റെ ഗണങ്ങളെ വ്യക്തമാക്കുന്ന ആ മഹാത്മാക്കളുടെ സ്തോത്രം കേട്ട് പിന്നെയും അട്ടഹസിച്ച് ആ ബ്രഹ്മാദി ദേവന്മാരുടെ ശ്രേയസ്സിനായി തന്നെ ആ ഗജേന്ദ്രൻ എന്ന പോലെ ലീലയാടിക്കൊണ്ട് ജലത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഓരോ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉപകരിക്കുന്ന സമുചിത രൂപങ്ങളെ പറഞ്ഞു. അപ്പോൾ സ്വധർമാനുഷ്ഠാന രൂപമായിരിക്കുന്ന ആ വേദോക്ത യജ്ഞാദി കർമ്മങ്ങളെ ആരുടെ പ്രീതിക്കായിക്കൊണ്ട് ആ മഹാജനങ്ങൾ നടത്തുന്നുവോ ആ സർവേശ്വരൻ മരീച്യാദികൾ സ്വഗുണത്തെ പ്രകാശിപ്പിക്കുന്ന ആ വേദഭാഗങ്ങളെ കൊണ്ട് ചെയ്തതായിട്ടുള്ള സ്തോത്രങ്ങൾ കേട്ടിട്ട് സന്തോഷിച്ചിട്ട് വീണ്ടും ഗർജിച്ചു. ഉടനെ അവതാര പ്രയോജനമായിരിക്കുന്ന ആ ഭൂദ്ധാരണം സാധിപ്പാനായിക്കൊണ്ട് അടുത്ത ശ്ലോകത്തിൽ പറയാം. അപ്പം ഈ വേദസ്തുതികൾ കേട്ടിട്ട് അദ്ദേഹം വീണ്ടും ആ ജലത്തിൽ പ്രവേശിച്ചു. പിന്നെ അടുത്ത ശ്ലോകം നോക്കാം. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് തഥാ വരാഹോ വിബുധോദയായ ഭൂയോ വിനദ്യ ജലം പ്രവിവേശ. അവിടെ ആ വരാഹമൂർത്തി ആ ദേവന്മാരുടെ ശ്രേയസ്സിനായിക്കൊണ്ട് വീണ്ടും ഗർജിച്ചുകൊണ്ട് ആ ജലത്തിൽ പ്രവേശിച്ചു. തഥാ വരാഹോ വിബുധോദയായ ഭൂയോ വിനദ്യ ജലം പ്രവിവേശ. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഉൽക്ഷിപ്തവാലഃ ഖചരഃ കഠോരഃ സടാവിധുന്വൻ ഖരരോമശത്വക് ഖുരാഹതാഭ്ര സിതദംഷ്ട്ര ഈക്ഷാദ്യോതിർബഭാസേ ഭഗവാൻ മഹീന്ദ്രഃ. വാക്കുകളൊക്കെ വളരെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം. അപ്പോൾ അതിലത്തെ ആ അക്ഷരങ്ങളൊക്കെ വളരെ സ്പഷ്ടമാകണം, വ്യക്തമാകണം. അപ്പോൾ ഉൽക്ഷിപ്തവാല ഖചര കഠോര സടാ വിധുന്വൻ ഖരരോമശത്വക് ഖുരാഹതാഭ്ര സിതദംഷ്ട്ര ഈക്ഷ സിതദംഷ്ട്ര ഈക്ഷാ ജ്യോതിർബഭാസേ
ഭഗവാൻ മഹീദ്ര. അപ്പോൾ ഉൽക്ഷിപ്തവാലഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല ഉയർത്തിപ്പിടിച്ച്, ഉൽക്ഷിപ്തവാലഹ വാല ഉയർത്തിപ്പിടിച്ച്, ഖചരഹ ആ ആകാശത്തിൽ സഞ്ചരിക്കുന്നവനായിട്ടും, കഠോരഹ ആ പരുക്കൻ ദേഹത്തോടും, സടാവിധൂൻവൻ ആ കുഞ്ചിരോമങ്ങൾ അങ്ങനെ കുടഞ്ഞ്, ഖരരോമ ശത്വാക് ആ പരുപരുത്ത രോമങ്ങൾ മുറ്റി നിൽക്കുന്ന ആ തൊലിയോട് കൂടിയവനായിട്ട്, ഖുരാഹതാഭ്രഹ കുളമ്പടിയാൽ തട്ടി നീക്കിയ മേഘത്തോട് കൂടിയവനായിട്ട്, ഖുരാഹതാഭ്രഹ കുളമ്പടിയാൽ തട്ടി നീക്കിയിരിക്കുന്ന മേഘത്തോട് കൂടിയ, സിതദംഷ്ട്രഹ വെളുത്ത തേറ്റയോട് കൂടിയിട്ടുള്ള, ഈക്ഷാജ്യോതിഹി നോട്ടമാകുന്ന ആ പ്രകാശത്തോട് കൂടിയവനായിട്ട്, മഹീദ്രഹ ആ ഭൂമിയെ ഉദ്ധരിക്കുന്നവനായിട്ട് ഭഗവാനായിരിക്കുന്ന വരാഹരൂപത്തിൽ അവിടെ അദ്ദേഹം ശോഭിച്ചു. വരാഹമൂർത്തി അവിടെ ശോഭിച്ചു. അപ്പൊ വരാഹമൂർത്തിയുടെ ആ രൂപം എങ്ങനെയാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. ഉക്ഷിപ്തവാലഹ വാൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, ഖചരഹ ആകാശത്തിൽ സഞ്ചരിക്കുന്നവനായിട്ട്, കഠോരഹ ആ വാക്കുകളൊക്കെ എല്ലാവരും എഴുതിയെടുക്കുക, അതിനിപ്പോൾ അർത്ഥവും. കഠോരഹ ആ പരുക്കൻ ദേഹത്തോടും, സടാഹ വിധന്വൻ ആ കുഞ്ചിരോമങ്ങൾ കുടഞ്ഞും, ഖരരോമശത്വക് പരുപരുത്ത രോമങ്ങൾ മുറ്റി നിൽക്കുന്ന തൊലിയോട് കൂടിയവനായിട്ട്, ഖുരാഹതാഭ്രഹ കുളമ്പടിയാൽ തട്ടി നീക്കിയ മേഘത്തോട് കൂടിയവനായിട്ട്, സിതദംഷ്ട്രഹ വെളുത്ത തേറ്റയോട് കൂടിയവനായിട്ട്, ഈക്ഷാജ്യോതിഹി നോട്ടമാകുന്ന പ്രകാശത്തോടു കൂടിയവനായിട്ട്, മഹീദ്രഹ ആ ഭൂമിയെ ഉദ്ധരിക്കുന്നവനായിട്ട് ഭഗവാൻ വരാഹരൂപത്തിൽ അവിടെ ശോഭിച്ചു. അപ്പോൾ അടുത്ത അന്വയം, ഉൽക്ഷിപ്തവാലഹ ഖചരഹ കഠോരഹ സടാഹ വിധുൻവൻ ഖരരോമശത്വക് ഖുരാഹതാഭ്രഹ സിതദംഷ്ട്രഹ ഈക്ഷാജ്യോതിഹി മഹീദ്രഹ ഭഗവാൻ ബഭാസേ. എന്നുകൂടി പറയാം, ഉൽക്ഷിപ്തവാലഹ ഖചരഹ കഠോരഹ സടാഹ വിധുൻവൻ ഖരോമശത്വക് ഖുരാഹതാഭ്രഹ സിതദംഷ്ട്രഹ ഈക്ഷാജ്യോതിഹി മഹീദ്രഹ ഭഗവാൻ ബഭാസേ. അതായത് വാൽ ഉയർത്തിപ്പിടിച്ചും ആകാശത്തിൽ സഞ്ചരിക്കുന്നവനായും, പരുക്കൻ ദേഹത്തോടും, കുഞ്ചിരോമങ്ങൾ കുടഞ്ഞും, പരുപരുത്ത രോമങ്ങൾ മുറ്റി നിൽക്കുന്ന തൊലിയോട് കൂടിയവനായിട്ടും, കുളമ്പടിയാൽ തട്ടി നീക്കിയ മേഘത്തോട് കൂടിയവനായിട്ടും, വെളുത്ത തേറ്റയോട് കൂടിയവനായിട്ടും, നോട്ടമാകുന്ന പ്രകാശത്തോട് കൂടിയവനുമായിട്ട് ആ ഭൂമിയെ ഉദ്ധരിക്കുന്നവനായിരിക്കുന്ന ആ ഭഗവാൻ വരാഹരൂപത്തിൽ അവിടെ ശോഭിച്ചു. എന്നുകൂടി പറയാം, വാൽ ഉയർത്തിപ്പിടിച്ചും ആകാശത്തിൽ സഞ്ചരിക്കുന്നവനായും, പരുക്കൻ ദേഹത്തോടും, കുഞ്ചിരോമങ്ങൾ കുടഞ്ഞും, പരിപരുത്ത രോമങ്ങൾ മുറ്റി നിൽക്കുന്ന ആ തൊലിയോട് കൂടിയവനായും, കുളമ്പടിയാൽ തട്ടി നീക്കിയ മേഘത്തോട് കൂടിയവനായും, വെളുത്ത തേറ്റയോട് കൂടിയവനായും, നോട്ടമാകുന്ന പ്രകാശത്തോട് കൂടിയവനുമായിട്ട് ആ ഭൂമിയെ ഉദ്ധരിക്കുന്നവനായ ആ ഭഗവാൻ വരാഹരൂപത്തിൽ അവിടെ ശോഭിച്ചു. വാൽ പൊക്കിപ്പിടിച്ച് ആകാശത്തിലൂടെയാണ് സഞ്ചാരം. അതികഠിനമായ ശരീരമാണ്. കുഞ്ചിരോമങ്ങളെ വിറപ്പിക്കുന്നു. ദേഹമാസകലം പരിപരുത്ത രോമരാജിയാൽ ആവൃതമാണ്. കുളമ്പടി കൊണ്ട് മേഘജാലത്തെ പിളർക്കുന്നു. വെളുത്ത തേറ്റകൾ ശോഭിക്കുന്നു. കണ്ണുകൾ ജ്വലിക്കുന്നു. ഭൂമിയെ ഉദ്ധരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള ആ ഭഗവാന്റെ സൂകര സ്വരൂപം ഇപ്രകാരം ശോഭിച്ചു. മഹീദ്ര പൃഥിവ്യാ ഉദ്ധർത്ത എന്ന് ശ്രീധരീയത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭൂമിയെ ഉദ്ധരിക്കുവാനായിട്ട് രൂപമെടുത്ത ഭഗവാൻ ഉയർത്തിയ വാലോടുകൂടി ആകാശചാരിയായിട്ട് ആ കഠിനനും കുഞ്ചിരോമം ഇളക്കുന്നവനുമായി പുരുഷ രോമം ആർന്ന ആ തൊക്കുള്ളവനായിട്ട് കുളമ്പുകൾ കൊണ്ട് മേഘങ്ങളെ ഛിന്നഭിന്നമാക്കിയിട്ട് വെളുത്ത ദംഷ്ട്രകളോടെ തൻ്റെ നോട്ടമാകുന്ന ജ്യോതിസോട് കൂടിയിട്ട് പ്രശോഭിച്ചു.
ആകാശത്തിലാണ് സഞ്ചാരം. ശരീരം അതികഠിനം. പിടലി രോമങ്ങളെ അടിക്കടി ചലിപ്പിക്കുന്നു. കഠിന രോമങ്ങൾ അധികമുള്ള മേത്തൊലിയാൽ ആവൃതൻ. കുളമ്പുകളുടെ അടിയിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദത്തിൻ്റെ ശക്തിയേറിയ വ്യാപ്തിയാൽ മേഘങ്ങൾ 4 ഭാഗത്തേക്കും ചിന്നിച്ചിതറി പറക്കുന്നു. അങ്ങനെ ദംഷ്ട്രകൾ അതിശുഭ്ര നിറത്തിൽ ഉള്ളവയാണ്. കണ്ണിൽ നിന്നും അത്യുജ്വലമായിരിക്കുന്ന പ്രകാശം പുറപ്പെടുന്നുണ്ട്. ഈ വിധത്തിൽ ഭൂമിയെ ഉയർത്തുവാനായിട്ട് ജലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ഭഗവാൻ വരാഹമൂർത്തി വിശേഷ വിധിയായിട്ട് അവിടെ അങ്ങനെ വിളങ്ങി എന്നാണ് പറയുന്നത്. അപ്പം അതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. കഥം ഭൂതഃ ഉച്ചപുച്ഛഃ. ഉച്ചപുച്ഛഃ വാല് ഉയർത്തിപ്പിടിച്ചത്. പുച്ഛം എന്ന് പറഞ്ഞ വാല്. ഉച്ചപുച്ഛഃ ആകാശചാരി. ആകാശചാരിയായിട്ട് സ്കന്ധകേശാൻ. ആ തോളിൽ ഉള്ള എന്താ പറയണ്ടേ, കേശം, മുടി. വിധുൻവൻ അതൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ശ്വേതദംഷ്ട്രോ വെളുത്ത ദംഷ്ട്രകൾ അങ്ങനെ കാണിച്ച് ഹരിഹി ആ ഹരി ശുശുഭേ അവിടെ ശോഭിച്ചു. ഒന്നുകൂടി പറയാം. തഥാ വരാഹോ വിബുധോദയായ ഭൂയോ വിനദ്യ ജലം പ്രവിവേശ കഥം ഭൂതഃ ഉച്ചപുച്ഛഃ ആകാശചാരി സ്കന്ധകേശാൻ വിധുന്വൻ. ഉച്ചപുച്ഛഃ ആകാശചാരി സ്കന്ധകേശാൻ വിധുന്വൻ ശ്വേതദംഷ്ട്രോ ഹരിഹി ശുശുഭേ അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 28ാമത്തെ ശ്ലോകം. ഘ്രാണേന പൃഥ്വ്യാ പദവിം വിജിഘ്രൻ ക്രോഡാപദേശഃ സ്വയമധ്വരാംഗഃ കരാളദംഷ്ട്രോപ്യകരാളദൃഗ്ഭ്യാം ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശൽക്രം. ഒന്നും കൂടി പറയാം. ഘ്രാണോ പൃഥിവ്യാ പദവീം വിജിഘ്രൻ ക്രോഡോപദേശം സ്വയമധ്വരാംഗഃ കരാളദംഷ്ട്രോപ്യകരാളദൃഗ്ഭ്യാം ഉദ്വീക്ഷ്യ വിപ്രാൻ ഗൃണതോ വിശൽക്കം. അപ്പോൾ ആ സാക്ഷാൽ ആ യജ്ഞമൂർത്തി അധ്വരാംഗഃ എന്ന് പറഞ്ഞാൽ യജ്ഞമൂർത്തി എന്നർത്ഥം. അധ്വർയു ആ യജ്ഞമൂർത്തി വ്യാജരൂപത്തോടെ ക്രോഡോപദേശ പന്നിയുടെ വ്യാജരൂപത്തോടെ ആ ഭൂമിയുടെ ആ മാർഗത്തെ ആ ഘ്രാണശക്തിയാൽ മണത്തറിഞ്ഞിട്ട് ആ ഉഗ്രമായ ദംഷ്ട്രയോട് കൂടിയവൻ എന്നിരിക്കലും ശാന്തമായിട്ടുള്ള നോട്ടത്താൽ ആ തന്നെ സ്തുതിക്കുന്ന ആ മുനിമാരെ തലയുയർത്തി നോക്കിയിട്ട് ജലത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഘ്രാണേന പൃഥ്വിയ ആ പൃഥ്വി ഭൂമിയെയൊക്കെ ഘ്രാണിച്ചിട്ട് പദവിം വിജിഘ്രൻ ആ മാർഗത്തെ അങ്ങനെ വിജിഘ്രൻ ഘ്രാണിച്ച് ഘ്രാണശക്തിയാൽ അത് വാസനിച്ചറിഞ്ഞ് എന്നർത്ഥം. വിജിഘ്രൻ കരാളദംഷ്ട്ര ഉഗ്രമായ ദംഷ്ട്രയോടുകൂടിയവൻ എന്നിരിക്കലും അകരാളദൃഭ്യാം അശാന്തമായിട്ടുള്ള നോട്ടത്തോടു കൂടിയിട്ട് ഗൃണത തന്നെ സ്തുതിക്കുന്ന ആ മുനിമാരെ തലയുയർത്തി നോക്കിയിട്ട് ആ ജലത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതിലത്തെ പദങ്ങൾ നോക്കാം. സ്വയം സാക്ഷാത്. സ്വയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാത് ഭഗവാൻ അർത്ഥം. അധ്വരാംഗഃ ആ യജ്ഞമൂർത്തി. സ്വയം ആ യജ്ഞമൂർത്തി ക്രോഡോപദേശ പന്നിയുടെ ആ വ്യാജരൂപത്തോടെ പൃഥ്വ്യാഹ ആ ഭൂമിയുടെ പദവിയും ആ മാർഗത്തെ ഘ്രാണേന ആ ഘ്രാണശക്തിയാൽ വിജിഘ്രൻ മണത്തറിഞ്ഞ് ആ ഘ്രാണശക്തിയാൽ മണത്തറിഞ്ഞ് കരാളദംഷ്ട്ര അപി ഉഗ്രമായിരിക്കുന്ന ദംഷ്ട്രയോട് കൂടിയവൻ എന്നിരിക്കലും അകരാളദൃഗ്ഭ്യാം ശാന്തമായിരിക്കുന്ന നോട്ടത്തിൽ ഗൃണതഃ തന്നെ സ്തുതിക്കുന്ന വിപ്രാൻ ആ മുനിമാരെ ഉദ്വീക്ഷ്യ തലയുയർത്തി നോക്കിയിട്ട് കം ജലത്തിൽ അവിശൽ പ്രവേശിച്ചു. എന്നുകൂടി പറയാം. സ്വയം സാക്ഷാത് അധ്വരാംഗഃ യജ്ഞമൂർത്തി ക്രോഡോപദേശ പന്നിയുടെ ആ വ്യാജരൂപത്തോടെ പൃഥിവ്യാഹ ഭൂമിയുടെ പദവിയും മാർഗത്തെ ഘ്രാണേന ആ ഘ്രാണശക്തിയാൽ വിജിഘ്രൻ മണത്തറിഞ്ഞ് കരാളദംഷ്ട്ര അപി ഉഗ്രമായിട്ടുള്ള ദംഷ്ട്രയോടുകൂടിയവൻ എന്നിരിക്കലും അകരാളദൃഗ്ഭ്യാം
ശാന്തമായിരിക്കുന്ന നോട്ടത്താൽ ഗൃണതഃ തന്നെ സ്തുതിക്കുന്ന വിപ്രാൻ ആ മുനിമാരെ ഉദ്വീക്ഷ്യ തലയുയർത്തി നോക്കിയിട്ട് കം ആ ജലത്തിൽ ആ വിശൽ പ്രവേശിച്ചു. അപ്പോൾ സ്വയം അധ്വരാംഗ ക്രോഡോപദേശ പൃഥിവ്യാ പദവീം ഘ്രാണേന വിജിഘ്രൻ കരാളദംഷ്ട്രാ അപി അകരാളദൃഗ്ഭ്യാം ഗൃണതഃ വിപ്രാൻ ഉദ്വീക്ഷ്യ കം അവിശത്. സ്വയം അധ്വരാംഗഃ ക്രോഡോപദേശഃ പൃഥിവ്യാ പദവീം ഘ്രാണേന വിജിഘ്രൻ കരാളദംഷ്ട്രാ അപി അകരാളദൃഗ്ഭ്യാം ഗൃണതഃ വിപ്രാൻ ഉദ്വീക്ഷ്യ കം അവിശത്. സാക്ഷാത് ആദിയജ്ഞമൂർത്തി പന്നിയുടെ വ്യാജരൂപത്തോടെ ഭൂമിയുടെ മാർഗത്തെ ഘ്രാണശക്തിയാൽ മണത്തെറിഞ്ഞ് ആ ഉഗ്രമായിരിക്കുന്ന ദംഷ്ട്രകളോട് കൂടിയവനെന്നിരിക്കലും ശാന്തമായ നോട്ടത്താൽ ആ തന്നെ സ്തുതിക്കുന്ന മുനിമാരെ തല ഉയർത്തി നോക്കിയവനായിട്ട് ആ ജലത്തിൽ പ്രവേശിച്ചു. ഒന്നും കൂടി പറയാം. സാക്ഷാൽ യജ്ഞമൂർത്തി ആ പന്നിയുടെ വ്യാജ സ്വരൂപത്തോടെ ആ ഭൂമിയുടെ ആ മാർഗത്തെ ഘ്രാണശക്തിയാൽ മണത്തെറിഞ്ഞ് ആ ഉഗ്രമായിരിക്കുന്ന ദംഷ്ട്രയോടുകൂടിയവൻ എന്നിരിക്കലും ആ ശാന്തമായ നോട്ടത്താൽ തന്നെ സ്തുതിക്കുന്ന മുനിമാരെ തല ഉയർത്തി നോക്കിയിട്ട് ആ ജലത്തിൽ പ്രവേശിച്ചു. യഥാർത്ഥത്തിൽ യജ്ഞസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ പന്നിയുടെ രൂപത്തിലെന്ന ആ വ്യാജേന ഭൂമിയുടെ സ്ഥാനം എവിടെയെന്ന് മണത്തറിയുവാൻ തുനിഞ്ഞുകൊണ്ട് ജലത്തിൽ പ്രവേശിച്ചു. തൻ്റെ ദംഷ്ട്രകൾ ഭയങ്കരങ്ങളാണെങ്കിലും സ്തുതിക്കുന്ന വിപ്രന്മാരെ കരുണാർദ്രമായ നോട്ടം കൊണ്ടാണ് കടാക്ഷിച്ചത്. പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ തനതായ ഗുണം ഗന്ധമാണല്ലോ. കൂടാതെ ഗന്ധരൂപേണ പദാർത്ഥങ്ങളെ തിരിച്ചറിയുവാൻ പന്നി മുതലായ മൃഗങ്ങൾക്ക് പ്രത്യേക സാമർഥ്യവും ഉണ്ട്. തിര്യക്കുകൾക്ക് ആ ഘ്രാണശക്തി ആണ് മുഖ്യം എന്ന് മുമ്പ് 10, 20 ഒക്കെ ഈ രണ്ടു തത്വവും പ്രഥമ പാദത്തിൽ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ പന്നിയുടെ ആകൃതിയിലുള്ള ആ ബാഹ്യരൂപം വ്യാജമാണ്. ആന്തരത്തിൽ യജ്ഞസ്വരൂപിയായിരിക്കുന്ന ഭഗവാനാണ് അത്. ഇതാണ് ആ ദ്വിതീയ പാദത്തിലെ തത്വം. അങ്ങനെ വേദദ്വേഷികൾക്ക് ഭയം ജനിപ്പിക്കത്തക്കതാണ് ആ ദംഷ്ട്രകൾ. അതേസമയം തൻ്റെ പരമാർത്ഥ തത്വം അറിഞ്ഞ് ഉപാസിക്കുന്നവരെ അവരിൽ ദയാലുവും ആണ്, ദയാവായ്പുള്ളവനാണ്, കരുണാർദ്രമായ കടാക്ഷ വീക്ഷണത്താൽ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന ആ ഉത്തരാർത്ഥത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ സ്വയം ആ യജ്ഞമൂർത്തിയാണെങ്കിലും ഭഗവാൻ വരാഹമെന്ന വ്യാജത്തിൽ നാസിക കൊണ്ട് ഭൂമിയുടെ ഗതി ഘ്രാണിച്ച് അന്വേഷിക്കുന്നവനെ പോലെ അനുകരിച്ച് ആ ഭയങ്കര ദംഷ്ട്രകളോട് കൂടിയവനാണെങ്കിലും ആ സൗമ്യ ദൃഷ്ടികളാൽ തന്നെ സ്തുതിക്കുന്ന മുനിമാരെ കടാക്ഷിച്ച് ആ പ്രളയജലത്തിലേക്ക് പ്രവേശിച്ചു. ജാതിസ്വഭാവത്തെ തന്നെ വീണ്ടും കാണിക്കുന്നു. ഭൂമി എവിടെ കിടക്കുന്നു എന്ന് ആ ഗന്ധത്താൽ അറിവാൻ ഉത്സാഹിക്കുന്നതിനെ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ട് ആ നാസാപുടങ്ങളെ വികസിപ്പിക്കുന്ന ആ മായാസൂകരമൂർത്തി വാസ്തവത്തിൽ സാക്ഷാൽ യജ്ഞാംഗനാകുന്നു. ദംഷ്ട്രകൾ ഭയങ്കരങ്ങളായിരിക്കുന്നുവെങ്കിലും തന്നെക്കുറിച്ച് സ്തുതിക്കുന്ന ബ്രാഹ്മണരുടെ നേർക്ക് സൗമ്യ ദൃഷ്ടികളെ കൊണ്ട് കടാക്ഷിച്ചിട്ട് ജലത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിൻ്റെ വ്യാഖ്യാനം സ്വയം യജ്ഞാംഗോപി യജ്ഞമൂർത്തിയാണെങ്കിൽ ഒരിക്കലും പശുരിവഘ്രാണേന ആ മൃഗത്തെ പോലെ ഘ്രാണിച്ച പൃഥിവി എവിടെയാണ് ഇരിക്കുന്നത്, പൃഥിവിയുടെ സ്ഥാനം ജിഘ്രൻ അന്വേഷിച്ച് കരാളദംഷ്ട്രോപി ആ കരാളമായിരിക്കുന്ന ദംഷ്ട്രകളെ കൊണ്ട് പ്രേമദൃഷ്ടിയ എന്നാൽ ആ പ്രേമമയായിട്ടുള്ള ദൃഷ്ടികളെ കൊണ്ട് വിപ്രാൻ ഊർധ്വം ആ വിപ്രന്മാരെ ആ തന്നെ സ്തുതിക്കുന്ന വിപ്രന്മാരെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ജലം പ്രവിവേശ ആ ജലത്തില് പ്രവേശിച്ചു. സ്വയം യജ്ഞാംഗോപി പശുരിവഘ്രാണേന പൃഥിവ്യാ സ്ഥാനം ജിഘ്രൻ കരാളദംഷ്ട്രോപി പ്രേമദൃഷ്ട്യാ വിപ്രാൻ ഊർധ്വം വീക്ഷ്യ ജലം പ്രവിവേശ. എന്നുകൂടി പറയാം. സ്വയം യജ്ഞാംഗോപി പശുരിവ ഘ്രാണേന പൃഥിവ്യാ സ്ഥാനം ജിഘ്രൻ കരാളദംഷ്ട്രോപി പ്രേമദൃഷ്ട്യാ വിപ്രാൻ
വിപ്രാൻ ഊർധ്വം വീക്ഷ്യ ജലം പ്രവിവേശ. അപ്പൊ അടുത്ത ശ്ലോകം. സ വജ്രകൂടാംഗനിപാതവേഗ വിശീർണകുക്ഷി സ്തനയന്നുദന്വാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈരിവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹിമേതി. സ വജ്രകൂടാംഗനിപാതവേഗ വിശീർണകുക്ഷി സ്തനയന്നുദന്വാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈരിവാർത്തശ്ചുക്രോശ യജ്ഞേശ്വര പാഹി മേതി. വജ്രപർവ്വത തുല്യം ആയിരിക്കുന്ന വജ്രകൂടാംഗ നിപാത വേഗ തുല്യമായിരിക്കുന്ന ശരീരത്തിൻ്റെ ആ ചിതറിയ ഉൾഭാഗത്തോടു കൂടിയിരിക്കുന്ന സഹ ഉദൻവാൻ ആ വൻകുടൽ ഉയരത്തിൽ പൊക്കിയ നീണ്ട തിരമാലകളാകുന്ന കൈകളോടെ ദീനനെ പോലെ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വര എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. വജ്രപർവ്വത തുല്യമായിരിക്കുന്ന ശരീരത്തിൻ്റെ പതനത്താൽ ചിതറിയ ഉൾഭാഗത്തോടു കൂടിയിരിക്കുന്ന ആ സഹ ഉദൻവൻ എന്ന് പറഞ്ഞാൽ ആ വൻകടൽ ഉത്സൃഷ്ട ദീർഘോർമിഭുജൈഹി ഉയരത്തിൽ പൊക്കിയ നീണ്ട തിരമാലകളാകുന്ന കൈകളോടെ ആർത്തഹ ഇവ ദീനനെ പോലെ സ്തനയൻ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വര മാം പാഹി എന്നെ രക്ഷിക്കണേ എന്ന് ചുക്രോശ നിലവിളിച്ചു. അർത്ഥം വായിച്ചതിൽ ചെറിയൊരു തെറ്റുണ്ട്, ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. വജ്രകൂടാംഗ നിപാതവേഗ വിശീർണ കുക്ഷി ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വജ്രപർവ്വത തുല്യമായിരിക്കുന്ന ശരീരത്തിന്റെ പതനത്താൽ ചിതറിയ ഉൾഭാഗത്തോടു കൂടിയിരിക്കുന്ന സഹ ഉദൻവൻ ആ വൻകടൽ, ആ കടലിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചപ്പോൾ അവിടെ കംപ്ലീറ്റ് ആ വജ്രപർവ്വത തുല്യമായിരിക്കുന്ന ശരീരത്തിന്റെ ആ വീഴ്ചയാൽ വലിയൊരു ഗർത്തം ഉണ്ടായി. അങ്ങനെയുള്ള ആ വലിയ കടലിനർത്ഥം. ഉത്സൃഷ്ട ദീർഘോർമിഭുജൈഹി അപ്പൊ ഉയരത്തിൽ എന്തുണ്ടായി? നീണ്ട തിരമാലകൾ ആകുന്ന കൈകളോടെ തിരമാലകൾ ഉണ്ടായി. അങ്ങനെ കൈകളോടെ ആർത്തഹ ഇവ ദീനനെ പോലെ ശബ്ദിച്ചുകൊണ്ട് ആർത്തഹ അതിലെ ആ കൈകളോടെ വളരെ ദീനനെ പോലെ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വര ആ യജ്ഞേശ്വരൻ ആയിരിക്കുന്ന എന്നെ രക്ഷിക്കൂ എന്ന് ആ സമുദ്രം അഭ്യർത്ഥിക്കുന്നത് പോലെയാണ് അത് കണ്ടാൽ തോന്നുക. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പദങ്ങളൊന്നും കൂടി നോക്കാം. വജ്രകൂടാംഗ നിപാതവേഗ വിശീർണ കുക്ഷിഹി വജ്രപർവ്വത തുല്യമായിരിക്കുന്ന ശരീരത്തിന്റെ പതനത്താൽ ചിതറിയ ഉൾഭാഗത്തോടു കൂടിയ സഹ ഉദൻവാൻ ആ വൻ കടൽ, വലിയ കടൽ. ഉത്സൃഷ്ട ദീർഘോർമിഭുജൈഹി ഉയരത്തിൽ പൊക്കിയ ആ നീണ്ട തിരമാലകളാകുന്ന കൈകളോടെ ആർത്തഹ ഇവ ദീനനെ പോലെ സ്തനയൻ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വര മാം പാഹി എന്നെ രക്ഷിക്കണേ ഇതി എന്ന് ചുക്രോശ നിലവിളിച്ചു. പതിനത്തെ അന്വയം. വജ്രകൂടാംഗ നിപാതവേഗ വിശീർണ കുക്ഷിഹി സഹ ഉദൻവാൻ ഉത്സൃഷ്ടദിഗ്ഘോർമിഭുജൈഹി ആർത്തഹ ഇവ സ്തനയൻ യജ്ഞേശ്വര മാം പാഹി ഇതി ചുക്രോശ. എന്നുകൂടി പറയാം. വജ്രകൂടാംഗ നിപാതവേഗ വിശീർണ കുക്ഷിഹി സഹ ഉദൻവാൻ ഉത്സൃഷ്ടദീർഘോർമിഭുജൈഹി ആർത്തഹ ഇവ സ്തനയൻ യജ്ഞേശ്വര മാ പാഹി ഇതി ചുക്രോശ. അതായത് വജ്രപർവ്വത തുല്യമായിരിക്കുന്ന ശരീരത്തിന്റെ പതനത്താൽ ചിതറിയ ഉൾഭാഗത്തോടു കൂടിയിരിക്കുന്ന ആ വലിയ കടൽ ഉയരത്തിൽ പൊക്കിയ നീണ്ട തിരമാലകളാകുന്ന കൈകളോടെ ദീനനെ പോലെ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വര എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. അതുകൂടി പറയാം. ആ വജ്രപർവ്വത തുല്യമായ ശരീരത്തിന്റെ പതനത്താൽ ചിതറിയ ഉൾഭാഗത്തോടു കൂടിയിട്ടുള്ള ആ വലിയ കടൽ
ഉയരത്തിൽ പൊക്കിയ തൻ്റെ നീണ്ട തിരമാലകളാകുന്ന കൈകളോടെ ദീനനെ പോലെ ശബ്ദിച്ചുകൊണ്ട് യജ്ഞേശ്വര എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിച്ചു. വജ്രം വീഴുന്ന പോലെ അത്ര വേഗത്തിൽ ഉൽപ്പതിച്ച ആ ഭഗവാൻ സമുദ്ര ആന്തർഭാഗത്ത് പതിച്ചപ്പോൾ സമുദ്രം ക്ഷോഭിച്ചു. ആ ആഘാതത്തിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട അലറുന്ന തിരമാലകളെ കണ്ടാൽ അല്ലയോ യജ്ഞേശ്വര എന്നെ രക്ഷിക്കൂ എന്ന് ആ സമുദ്രം അഭ്യർത്ഥിക്കുകയാണെന്ന് തോന്നുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്വയം യജ്ഞമൂർത്തിയാണെങ്കിലും ഭഗവാൻ വരാഹം എന്ന വ്യാജത്തിൽ നാസിക കൊണ്ട് ഭൂമിയുടെ ഗതി അത് പറഞ്ഞു. ആ സമുദ്രം വജ്രമയമായിരിക്കുന്ന ആ ഭവതംഗത്തിന്റെ ആ പതന വേഗം കൊണ്ട് പിളർന്ന ഉദരത്തോടു കൂടിയവനായി തീർന്നു. അങ്ങനെ ശബ്ദിക്കുന്നവനും ആയിരിക്കുന്ന ഹേ സമുദ്രം, ഹേ യജ്ഞേശ്വര എന്നെ രക്ഷിച്ചാലും ഇങ്ങനെ ആർത്തനോ എന്ന് തോന്നും വിധം നീണ്ട തിരമാലകളുടെ കൈകൾ നീട്ടിയിട്ട് നിലവിളിച്ചു. വജ്രപർവ്വതം പോലെ വലിപ്പവും കടുപ്പവുമുള്ള ആ മനോഹര രൂപം പ്രവേശിച്ചപ്പോഴുണ്ടാകുന്ന ശക്തിയേറിയ ആ പതനത്താൽ അന്തർഭാഗം നുറുങ്ങിപ്പോയിട്ടുള്ള സമുദ്രത്തിൽ നിന്നും പുറപ്പെട്ട തിരമാലകളാകുന്ന കൈകളുടെ 4 ഭാഗത്തേക്കുമുള്ള അടികളാൽ തൻ്റെ ആ തൽക്കാല ദുഃഖത്തെ സൂചിപ്പിക്കുന്നുവോ എന്ന് തോന്നുമാറ് ഇളകിമറിഞ്ഞ ആ സമുദ്രത്തിന്റെ ശബ്ദം കേട്ടാൽ ഹേ യജ്ഞേശ്വര എന്നെ രക്ഷിക്കണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് കരയുന്നുവോ എന്ന് തോന്നിപ്പോകുന്നു എന്ന് പറയും. അപ്പൊ അതിലത്തെ ആ വ്യാഖ്യാനം തഥാ വജ്രകൂടാംഗ നിപാതവേഗേന ആ വജ്രപർവ്വതം പോലെ തൻ്റെ ആ ദേഹം അതിൽ പതിച്ചപ്പോൾ വിശീർണ കുക്ഷി ഒരു വലിയ കുക്ഷി വയറ് സമുദ്ര അങ്ങനെ അതിൽ കാണപ്പെട്ടു. സമുദ്രത്തില് ആർത്തഹ അങ്ങനെ ഉറക്കെ ആർത്തനായിട്ട് ഇവ ശബ്ദം കുര്യാ ശബ്ദമുണ്ടാക്കി ഭോ യജ്ഞേശ്വര അല്ലയോ യജ്ഞമൂർത്തേ മാം പാഹീത്യേവ ചുക്രോശ എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നതായിട്ട് കേട്ടു. തഥാ വജ്രകൂടാംഗ നിപാത വേഗേന വിശീർണ കുക്ഷി സമുദ്ര ആർത്തഹ ഇവ ശബ്ദം കുർവൻ ഭോ യജ്ഞേശ്വര മാം പാഹീത്യേവം ചുക്രോശ. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. 29ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.